ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തീറ്റപ്രാന്തന്മാരുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. അതിന് ഇവിടെ മോദ എന്ന പേരുള്ള ഫിഷാണ് എടുത്തു വച്ചിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി അല്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ മീനെടുത്ത് തിരുമ്മിയെടുക്കാം. ഇതൊരു 1/2 കിലോയോളം മീനുണ്ട്. ഈ മീനിന് മുള്ളൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ കഴിക്കാൻ സുഖമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാം നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 മിനിറ്റ് അടച്ചു വെക്കാം. ആ 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി ഇവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് അരി വേവിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. ഒരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 4 സവാള, മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ മസാലയ്ക്കുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ഇത് അരച്ചെടുത്തതാണ്. അത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരി വേവിച്ചപ്പോൾ അതിനകത്ത് കറുകപ്പട്ടയും ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിലേക്ക് നമ്മൾ 4 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുക്കാം. നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാം. ഇതൊരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ, 1/2 മുറി തേങ്ങയുടെ പാല് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പതുക്കെ ഉടയാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇളക്കിയാലും മതി. അപ്പോൾ അത് ഉടഞ്ഞു പോവില്ല. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കറുകപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവി ഉള്ളത് നല്ലതാണ്. നമ്മളൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കും ഒന്നും കൂടി. ഇപ്പോൾ ചോറ് വേവിക്കുമ്പോൾ നമ്മൾ അധികം വേവാതെ നോക്കിയാൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. ചോറൊക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത്. ഇപ്പോൾ റൈസ് നമ്മൾ മുഴുവൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ചോറിൻ്റെ മീതെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മല്ലിയില ഞാൻ ഉപയോഗിക്കണില്ല. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ അത് അധികം ആൾക്ക് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാള വറുക്കുന്നതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിത് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇതെല്ലാം ചേർക്കാവുന്നതാണ്. മല്ലിയില, പുതിനയില എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക്
ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നന്നായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് പാത്രത്തിൽ മാറ്റാം. നമ്മുടെ വളരെ രുചികരമായ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വീണ്ടും നല്ലൊരു വിഭവവുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി.